നമസ്കാരം. സംഗീതം എന്ന ഹെവൻലി ആർട്ട് ആസ്വദിക്കാനുള്ള കഴിവ് നമുക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് എവറി ഹാർട്ട് സിങ്സ് എ സോങ് അണ്ടിൽ അനദർ ഹാർട്ട് വിസ്പേഴ്സ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ജഡ്ജസിനെ ജോസ്കോ സൂപ്പർ സ്റ്റാറിന്റെ മറ്റൊരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക്. ശരത് സർ, അൽഫോൻസ് ഏട്ടാ, ദ വെരി ഗോർജിയസ് മഹതി മാം. ജോസ്കോ സൂപ്പർ സ്റ്റാറിന്റെ സ്ട്രെങ്ത് ആയ മ്യൂസിക് ഐഡിയിലെ എല്ലാ ചേട്ടന്മാരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഖവാലി ഓർ സൂഫി സോങ്സ് റൗണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അധ്യായത്തിലെ ആദ്യ പെർഫോമൻസ് അജിത്തിൻ്റെതാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അജിത്തിനെ ഓൺ ടു ദ സ്റ്റേജ് ഓഫ് ജോസ്കോ സൂപ്പർ സ്റ്റാർ. ഹായ്, എൻ്റെ കഴിഞ്ഞ പെർഫോമൻസ് കണ്ടു കാണുമല്ലോ. അടുത്തതായി ഞാൻ പാടാൻ പോകുന്നത് ഖവാലി ഓർ സൂഫി സോങ് റൗണ്ടാണ്. ഖവാലി റൗണ്ടിൽ ഞാൻ എടുത്തിരിക്കുന്നത് ദബാങ്ക് എന്ന സിനിമയിലെ ദഗാ ബാദിരെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. എല്ലാവരും നന്നായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. ദഗാ ബാദിരെ ഹോയേ ദഗാ ബാദിരെ തോരെ നैना बड़े दगा बादरे दगा बादरे होए दगा बादरे तोरे नैना बड़े दगा बादरे कल मिले हो कल मिले हाय कल मिले जी हम कबूल गए आज रे होए दगा बादरे होए दगा बादरे तोरे नैना बड़े दगा बादरे दगाबाद 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 रे तोरे नैना बड़े दगाबाद रे. काहे कबाहे से चुलबुल से बुलबुल कहे ना तुमाने बसिया काहे कबाहे से चुलबुल से बुलबुल कहे ना तुमाने बसिया अपनी हम तो कदान दे दे मुस्कुरा के जो मांगे परान दे दे कल मिले हो कल मिले हो कल मिले जी हम कबूल गए आज रे होए दगा बादरे होए दगा बादरे तोरे नैना बड़े दगा बादरे.
डर तो जहाँ हमसे हम तो चिड़ल से ही सब जाने मोरी रनिया है। डर तो जहाँ हमसे हम तो चिड़ल से ही सब जाने मोरी रनिया। मस्का लगाओ ना, छोड़ो जी छोड़ो, समझती है मोरी दुनिया है। इस अदाते पे हम कुर्बान गए जी, तोहरे नैना में हमें है जान के दी। कल मिले हो कल मिले हो कल मिले जी हम का भूल गए आज रे दगाबाज रे हो दगाबाज रे। तोरे नैना बड़े दगाबाज रे, दगाबाज 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 रे हो। तोरे नैना बड़े दगाबाज रे। तोरे नैना दगा दगा दगाबाज रे, दगाबाज रे नैना रे। അജിത്ത് ആ സാർ. എല്ലാം വന്നു കേട്ടോ, വിചാരിച്ച ഐറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അജിത്ത് ശ്രുതി എന്നൊരു ഐറ്റം ഇവിടെ ഒരാൾ ഞെക്കിപ്പിടിക്കുമ്പോൾ അതിന് നമ്മൾ കുറച്ച് മാനിക്കണം കേട്ടോ. ഞാൻ ശ്രദ്ധ വേണം കുറച്ചും കൂടെ. എല്ലാത്തിനും ഷാർപ്പാണുണ്ട് അജിത്ത് കേട്ടോ. ബാക്കി ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് മാത്രമാണ് നമ്മൾ ഷാർപ്പാവേണ്ടത്, പാടുമ്പോൾ അല്ല കേട്ടോ. അതാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത്. പിന്നെ കുറേ വിരട്ട് ഐറ്റങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഇങ്ങനെ കുറേ സംഗതികൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു എന്നാ കിടക്കട്ടെ ഇവിടെ നിന്ന്, അതൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഒരു മൊത്തത്തിലൊരു ഓളം ഉണ്ടായിരുന്നു അജിത്ത് നിൽക്കുമ്പോൾ. അത് നമ്മൾ എന്താ പറയണ്ടത്, അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു മൊത്തത്തിൽ എന്താ പറയേണ്ട ഒരു സമാധാനം ഉണ്ടായിരുന്നു, ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരൊരു എക്സ്ട്രാ വായിച്ചപ്പം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇവിടെ നിന്ന് കുടുങ്ങുന്ന കണ്ട്. ചുമ്മാ ജസ്റ്റ് എന്തെങ്കിലും അവരുടെ അടുത്തൊക്കെ പോയി പുള്ളിയുടെ കയ്യെങ്കിലും പിടിച്ച് മാറ്റായിരുന്നു, ഇത്ര വായിച്ചത് മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഓളം ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ പാട്ട് നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കേട്ടോ, അത് കുറേയും കൂടെ ക്ലാരിറ്റി സംഗതികൾക്ക് വേണം, ശ്രുതി പ്രധാനമായിട്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. അൽഫോൺസ് ചേട്ടാ, ദഗ ബാസ്രെ എന്നാണോ ബാദ്രെ എന്നാണോ? ദഗ ബാസ്രെ. ആ ബാസ്രെ, അത് ബാദ്ന്ന് ഇടയ്ക്ക് കേൾക്കുന്ന ഹിന്ദിയുടെ ഒരു ടച്ച് ഇല്ലാത്തതുകൊണ്ട്. ആ അപ്പം അതൊന്ന് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒന്ന് നോക്കണം കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ശരതേട്ടൻ പറഞ്ഞ പോലെ ശ്രുതിയുടെ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് തന്നെ ഹോയ് പറയുന്ന സ്ഥലത്ത് ഷാപ്പായിട്ട് പോയി കൽമിലെ അല്ലേ, അവിടുത്തെ സംഗതി ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. കുറേ ഏരിയാസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു അലർച്ചയും കൂടെ വന്നു ഇടയ്ക്ക് അവസാനത്തെ സംഗതിയിൽ. അതൊരു അവിടെ ഒന്ന് കൺട്രോൾ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പിടിവിട്ട് വേറെ ഏത് വഴിക്ക് പോവും. പക്ഷേ അജിത്തിൻ്റെ ഇതൊക്കെയാണെങ്കിൽ പോലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അജിത്ത് ഇങ്ങനെ സ്റ്റേജിൽ പാടുന്നത് കാണുമ്പോൾ. കാരണം ഇതൊരു ഒരു നല്ലൊരു അവസരമാണ് ദൈവം തന്നത് അല്ലേ, ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുവാനും പാടാനും. അതിനെ എപ്പോഴും ദൈവത്തിന് നന്ദി പറയണം കേട്ടോ. തീർച്ചയായും സാർ. അപ്പം നമ്മളൊന്ന് പ്രിപ്പയർഡ് ആവുക എല്ലാ കാര്യങ്ങളിലും, കുറച്ചും കൂടെ ടൈറ്റ് ആവണം. സംഗതികളൊക്കെ പാടുന്നതിനകത്ത് ശ്രുതി കേട്ട് മനസ്സിലാക്കണം നമ്മൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു അൽഫോൺസ് ചേട്ടാ. മഹതി മാം, നന്നായി പാടി അജിത്ത്. താങ്ക് യു.
ഞാൻ ആദ്യം പോസിറ്റീവ്സ് പറയാം. ചരണത്തിൽ ചില സംഗതീസ് ബ്രില്യൻ്റ് ആയിട്ട് പാടി. അജിത്തിന് ചില സ്ഥലങ്ങൾ അജിത്ത് അറിയാണ്ട് അജിത്തിൻ്റെ ഒരു നാച്ചുറൽ ഫീൽ ആൻഡ് എന്താ പറയുക, ഒരു ഗോഡ് ഗിഫ്റ്റാണത്. റിയലി ആ സംഗതീസൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നത്. കുറേ കാര്യങ്ങൾ അജിത്ത് ഈസി ആയിട്ട് പാടാമെന്ന് അജിത്ത് വിചാരിക്കുന്നുണ്ട്, പക്ഷേ അത് നടക്കില്ല അജിത്ത്. യു റിയലി ഹാവ് ടു വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്. ഓക്കെ, ഓവറോൾ ദാറ്റ്സ് ഓൾ. യു നീഡ് ടു റിയലി വർക്ക് ഹാർഡ് അജിത്ത്. ഓക്കെ, ഒരു റിയലി അജിത്ത് യു ആർ ലക്കി ടു ബി ഇൻ ദിസ് സ്റ്റേജ്, സോ യൂട്ടിലൈസ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. നമ്മുടെ കമന്റ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞു. മാർക്സ് അറിയണ്ടേ? അറിയാം. ചോദിക്കാം. ശരത് സർ 19.5. 19.5 on 25. Alphonse Zeta 19.5. 19.5 on 25. Mahati ma'am 19. 19 on 25. For total 58 out of 75. ഹിന്ദി ഒരു പാട്ട് സ്റ്റേജിൽ ആദ്യമായിട്ടാണ് പാടുന്നത്, അതും ഒരു ഖവാലി ഓർ സൂഫി. കുഴപ്പമില്ല, നമുക്ക് അടുത്ത റൗണ്ടിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാം. റോക്ക് ഓൺ റൗണ്ട് ഉണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. ഒരു സൂപ്പർ ഹിറ്റ് മലയാളം പാട്ടുമായി അനന്തു റെഡിയായിരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ കാത്തിരിപ്പ്. ഡോണ്ട് ഗോ എനിവേർ. വിൽ ബി റൈറ്റ് ബാക്ക് ഓൺ ജോസ്കോ സൂപ്പർ സ്റ്റാർ. ജോസ്കോ സൂപ്പർ സ്റ്റാറിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്തതായി ഖവാലി ഓർ സൂഫി സോങ്സ് റൗണ്ടിൽ പാടാൻ വരുന്നത് അനന്തുവാണ്. ഒരു സൂപ്പർ ഹിറ്റ് മലയാളം പാട്ടാണ് അനന്തു സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ജോസ്കോ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് അനന്തുവിനെ. ഹായ്, ഖവാലി ഓർ സൂഫി റൗണ്ടിൽ ഞാൻ അടുത്തായി പാടാൻ പോകുന്നത് കറുത്ത കൈകൾ എന്ന ഫിലിമിലെ ദാസേട്ടൻ പാടിയ പഞ്ചവർണ്ണ തത്ത പോലെ എന്ന സോങ്ങാണ്. ഞാൻ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാവിന്റെ കായ്ക്കാത്ത കൊമ്പത്തെ കണ്ട കനിയാണ് പെണ്ണ്. ആ പൂക്കാത്ത മാവിന്റെ കായ്ക്കാത്ത കൊമ്പത്തെ കണ്ട കനിയാണ് പെണ്ണ്. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരണ പൊന്നേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരണ പൊന്നേ. പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരണ പൊന്നേ. ഹായ്, പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരണ പൊന്നേ. നോട്ടക്കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാളെ, ഓട്ടക്കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാളെ. ഓട്ടക്കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാളെ, ഓട്ടക്കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാളെ. നോട്ടമെറിഞ്ഞെന്റെ
കൽബു കെട്ടിയ കോട്ട പൊളിക്കരുതേ, എന്റെ കോട്ട പൊളിക്കരുതേ. നോട്ടമെറിഞ്ഞെന്റെ കൽബു കെട്ടിയ കോട്ട പൊളിക്കരുതേ, എന്റെ കോട്ട പൊളിക്കരുതേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരണു പൊന്നേ. ആ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, ആ കൊഞ്ചി വന്ന പെണ്ണേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരണു പൊന്നേ. കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അവളൊരു കുരുവിക്കുഞ്ഞിനെ പോലെ. ഓ, കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അവളൊരു കുരുവിക്കുഞ്ഞിനെ പോലെ. ബേഷ് ബേഷ് കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയൊരോട്ടം. കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയൊരോട്ടം. കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയൊരോട്ടം. കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയൊരോട്ടം. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരണു പൊന്നേ. ആ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, ആ കൊഞ്ചി വന്ന പെണ്ണേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണു പൊന്നേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, ഓ കൊഞ്ചി വന്ന പെണ്ണേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണു പൊന്നേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണു പൊന്നേ. അനന്തു, എന്തോ കൈക്കെന്താണ് പറ്റിയത്? സാറ് ഞാൻ സ്റ്റെപ്പ് കളിച്ചപ്പോ ഇങ്ങനെ ഒരെണ്ണം കാണിച്ചപ്പോ എങ്ങനെ ഇങ്ങനെ അങ്ങനെ കാണിച്ചപ്പോ ഇവിടെ എന്തെങ്കിലും തിരിഞ്ഞു പോയ പോലെ. അത് അവിടെ അല്ല തിരിഞ്ഞത്, നിന്റെ തലയാ തിരിഞ്ഞത്. മോനെ, ഞങ്ങള് കുറേ രസിച്ചു കേട്ടോ, ഉള്ള സത്യം പറയാല്ല. അത് സന്തോഷം കൂടിയിട്ട് എനിക്ക് കരച്ചിലൊക്കെ വന്നു, ചിരി വന്നിട്ട്. അത് ആനന്ദ കണ്ണീരാണോ യഥാർത്ഥ കണ്ണീരാണോ എന്നുള്ളത് ഞാൻ ഇതുവരെ റിയലൈസ് ചെയ്തിട്ടില്ല. അവന് ഉഗ്രം പാട്ട്. നിനക്ക് ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്? ഞാൻ തന്നെ സെലക്ട് ചെയ്തു. മിടുക്കൻ. അതിലൊക്കെ നമ്മൾ സ്വയം പാര വെക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയരുത്. ഇത് പാട്ട് കേട്ടപ്പോൾ മോൻ എന്താ തോന്നിയത്? ഇതാദ്യം കേട്ടപ്പോ പറയൂ. ആദ്യം ചിരി വന്നു. അതാ ഞങ്ങൾക്കും വന്നത്. നിനക്ക് ആദ്യം വന്നതെന്നാ നമുക്ക് ത്രൂ ഔട്ട് വന്നത്. മോനെ, ഇതിലെ ഓരോ സംഗതിയും നമ്മൾ കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും എന്തുമാത്രം കഷ്ടമാണെന്നറിയാം പാടാൻ. ഇതൊരു നമ്മളെന്താ പറയണ്ടേ, അങ്ങനെ ഈസിയായിട്ട് എടുത്തുകൊണ്ടത് പാടാനേ പറ്റത്തില്ല. അത് അങ്ങനെ പാടി വെച്ചേക്കാണ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പം ഒരു സംഭവവും കറക്റ്റായിട്ട് വന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഒരു സംഗതിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു, എങ്കിലും അതിന് എന്തോ ഒരു സുഖമുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റും. എല്ലാം തെന്നിപ്പോയി, മൊത്തം അളകുളമായിരുന്നു. എങ്കിലും ആ കുളത്തിലും ഒരു സുഖം, നല്ല ക്ലീനായിട്ടുള്ള ഒരു കുളം.
അതേ പറയാൻ പറ്റൂ. പിന്നെ അതൊക്കെ എന്തായിരുന്നു, അമിട്ടോ ബാണം വിട്ട പോലെ അടിച്ച് കയറ്റിയല്ലേ, എന്ത് ചെയ്യാനോ. പോട്ടെ. പിന്നെ ഈ തിരിഞ്ഞു നിന്ന് എന്താണ് കാണിച്ചത്, അത് എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. എന്റെ കണ്ണാടി എന്തോ അഴുക്കുക, ഒന്ന് കാണിക്കുക, ഒന്ന് വായിച്ചു കൊടുക്കാം കേട്ടോ. നോട്ടമെറിഞ്ഞെന്റെ കൽബു കെട്ടരുതേ, എന്റെ കൽബു കെട്ടരുതേ. കോട്ട പൊളിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ പൊളിച്ചത് വേറെ എന്തരോ ആണ്. ഞാൻ തിരിഞ്ഞു നിന്ന് ഇങ്ങനെ കാണിക്കുന്ന ഞാൻ ജയഭാരതി. ഇത് എന്തൊക്കെയായാലും എന്താ പറഞ്ഞാൽ ഈ അനന്തു എന്ന് പറയുമ്പോൾ ഇതാണ് ഐറ്റം. അപ്പൊ ഇത് ഒരിക്കലും വിട്ട് കളയരുത് കേട്ടോ. ഇല്ല, ഇതിരിക്കട്ടെ ജീവിതത്തിൽ. പക്ഷെ കൂടുതൽ മണ്ടം കളിച്ച് കളയരുത്. നമ്മുടെ ജനങ്ങളെ കേട്ടോ, ഇതിനൊക്കെ ആദ്യം ചിരിക്കും പിന്നെ തിരിഞ്ഞു നിന്ന് പോവും. അങ്ങനെ ആയിപ്പോവും. അങ്ങനെ ആവരുത്. നമ്മൾ നമ്മുടെ കാര്യം കൂടെ, പാട്ടെന്ന് പറഞ്ഞ ഇതൊരു എന്താ പറയണ്ടേ, സംഗീത കോമ്പറ്റീഷൻ ആണല്ലേ, മ്യൂസിക് ആണ് പ്രധാനം ഇവിടെ. അപ്പൊ മോനെ ആ എലിമെന്റ് ഒരിക്കലും പെട്ടരുത്. മറ്റുള്ള എല്ലാം നമ്മൾ രസിച്ചു, മാക്സിമം രസിച്ചിട്ടുണ്ട് നീ ചെയ്തൊക്കെ. പക്ഷെ പാട്ടിൽ എന്താ പറയണ്ട, ഒരു 20% പോലും മോനും അത് കൃത്യമായിട്ട് പാടാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് ഒന്ന് ശരിയായിക്കൊള്ളാം കേട്ടോ. നമ്മൾ തമാശ പറയും, ശരിക്കും നിന്നെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്, അത് വേറെ കാര്യം. നീ ഞങ്ങളൊക്കെ ചക്കരയാണ്. പക്ഷെ അതിന് പാട്ടിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ സീരിയസ് ആവും അല്ലേ. അപ്പോൾ അത് മോനെ ശ്രദ്ധിക്കുക. പാടുകാരൻ നിനക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, അത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഇന്ദ്രയൊക്കെ കാണിച്ചിട്ട് നീ നന്നായിട്ടും കൂടെ പാടിയിരുന്നെങ്കിൽ നമ്മളെല്ലാവരും കൂടെ സ്റ്റേജിൽ വന്നേ നിന്നെ എടുത്ത് പൊക്കിയാൻ. പക്ഷെ അതിനൊരു ചാൻസ് തന്നില്ല. അപ്പോൾ പാട്ട് കുറേയും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ശരിയായിക്കൊള്ളണം, ശരിയാക്കിയേ പറ്റത്തുള്ളൂ കേട്ടോ മോനെ. പ്രത്യേകിച്ച് ഇതുപോലുള്ള പാട്ടുകൾ സൂക്ഷിച്ച് പാടേണ്ടതാണ് കേട്ടോ മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ഏട്ടാ, അനന്ത് വന്ന സ്റ്റേജിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങി പോകുന്നവരത്തേക്കും എല്ലാവർക്കും എന്തെങ്കിലും ചിരിക്കാനുള്ള സംഭവം ഉണ്ട്. ഒരു ഒരു കോമഡി ഷോ പോലെ ഉണ്ട്. പക്ഷെ ശരതേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ മ്യൂസിക്കൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു അൽഫോൻസ് ഏട്ടാ. മഹതി മാം. അനന്തു, ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഇവിടെ ചിരിക്കുകയായിരുന്നു. ഐ തിങ്ക് അനന്തു കണ്ടസ്റ്റൻസിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു എന്താ പറയാ, ചക്കരക്കുട്ടിയ. ഓക്കെ, ഒരു സ്വീറ്റ്നെസ് ആൻഡ് അനന്തൂരായിട്ടുള്ള ഒരു ഇന്നോസെൻസ് അത് ത്രൂ ഔട്ട് ദ സോങ് ഉണ്ടായിരുന്നു. ആസ് എ പെർഫോമർ എന്റർടൈൻമെന്റ് എലിമെന്റ് ഫുള്ളുണ്ടായിരുന്നു. പക്ഷെ സിംഗിങ് നോക്കുമ്പോൾ അതെവിടെയോ അണ്ടർഗ്രൗണ്ട് ഒരു 3 basements ഡൗൺ ആണ്. സോ അനന്തു, യു റിയലി ഹാവ് ടു ടേക്ക് കെയർ. ഓക്കെ, സോ സിംഗിങ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ആൻഡ് ഈ കെയർലെസ് ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറ്റുക, കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് പാടണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ടു യു. താങ്ക് യു മാം. അനന്തു, ഈ പെർഫോമൻസിന്റെ മാർക്സ് ചോദിച്ചേ പറ്റൂ, അധികം സമയമൊന്നും എടുക്കാതെ നമുക്ക് ചോദിക്കാം. ശരത് സർ. 18 out of 25. അൽഫോൻസ് ഏട്ടാ 19 out of 25. മഹതി മാം 18.5. 18.5 on 25. അപ്പൊ ടോട്ടൽ 55.5 on 75. ഇപ്പൊ പെർഫോമൻസിന്റെ ഒപ്പം പാട്ടും കൂടി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്തിട്ട് ചെയ്യാം. എന്തായാലും ഞങ്ങളുടെയൊക്കെ ചക്കരക്കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ വി എക്സ്പെക്ട് എ ലോട്ട് ഫ്രോം യു. ഓൾ ദി ബെസ്റ്റ് അനന്തു. അടുത്തതായി ഭാഗ്യരാജ് ആണ് പാടാൻ വരുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ കാത്തിരിപ്പ്. ഹാങ് ഓൺ ടു ജോസ് ഗോ സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക് ടു ജോസ് ഗോ സൂപ്പർ സ്റ്റാർ. അനന്തു നമ്മളെ നല്ലോണം എന്റർടൈൻ ചെയ്ത ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. അടുത്തതായി ഖവാലി ഓർ സൂഫി സോങ്സ് റൗണ്ടിൽ പാടാൻ എത്തുന്നത് ഭാഗ്യരാജാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഭാഗ്യരാജിനെ. ഞാൻ അടുത്തായി പാടുന്നത് ഖവാലി റൗണ്ടിലാണ്. മൈ നെയിം ഈസ് ഗൺ എന്ന ഫിലിമിലെ നല്ലൊരു പാട്ടാണ്. സജിദ എന്നൊരു സോങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ത്രോട്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. राम राम तेरा नाम पुकारे, एक हुए दिन रे हमारे,
हमसे हम ही छीन गई है जब से देखी निधि सजदा तेरी काली आँखियों से जिंद मेरी जागे धड़कन से तेज दाड़ू सपनों से आगे अब जा लुट जाए ये जहां जुट जाए संग प्यार रहे मेरे हो ना रहूं सजदा तेरे सजदा दिन रेन करूं ना ही चैन करूं सजदा तेरे सजदा लख बार करो मेरी जान करो अब जा लुट जाए ये जहां जुट जाए संग प्यार रहे मेरे हो ना रहूं सजदा तेरे सजदा दिन रेन करूं ना ही चैन करूं सजदा तेरे सजदा लखवार करूं मेरी जान करूं रांझना नैनों में तीर चल गए साजना सांसों से दिल से गए पलकों में जुबा लो सीने ने जमालू पलकों में जुबा लो सीने ने जमालू तेरे अंग अंग रंग तेरा बोले अब जा लुट जाए ये जहां जुट जाए संग प्यार रहे मैं रहूं ना रहूं सजना तेरे सजदा दिन रेन करूं ना ही चैन करूं सजदा तेरे सजदा लखवार करूं मेरी जान करूं वेलिया क्या हुआ जो दिल खो गया मोहिया इश्क में खुदा मिल गया सारा की जबिला दे सारा ख्वाब सजा के सारा की जबिला दे सारा ख्वाब सजा के मेरे होठ पे मन तेरे बोले अब जा लुट जाए ये जहां जुट जाए संग प्यार रहे मैं रहूं ना रहूं सजदा तेरे सजदा दिन रेन करूं ना ही चैन करूं सजदा
सजदा एक बार करो मेरी जान करो। ओ तेरी काली अखियों से जिंद मेरी जागे, धड़कन से तेज दौड़ो सपनों से आगे। अब जान लुट जाए ये जहां जुट जाए संग, प्यार रहे मैं रहूं ना रहूं। सजदा तेरा सजदा बिन रेड करो ना ही चैन करो। सजदा तेरा सजदा लखवार करो मेरी जान करो। सजदा तेरा सजदा बिन रेड करो ना ही चैन करो। सजदा तेरा सजदा लखवार करो मेरी जान करो। सजदा ഭാഗ്യരാജ് സർ. ഒരു എന്താ പറയണ്ട ഒരു സുഖം ഉണ്ടായിരുന്നു ഭാഗ്യരാജ് കേൾക്കുമ്പോൾ. താങ്ക് യു സർ. പിന്നെ എനിക്ക് പ്രധാനമായിട്ടുള്ളൊരു ഒരു കുഴപ്പം തോന്നിയത് ശ്രുതിയാണ്. ഭാഗ്യരാജ് പ്രത്യേകിച്ച് ഷഡ്ജം പോലെ സാ രീ ഗായൊക്കെ അങ്ങ് എത്തുന്നില്ല, അതിൻ്റെ വാതൊക്കെ നിൽക്കുകയാണ്, അങ്ങ് ഇടിച്ചു കയറണ്ടേ. പക്ഷെ മൊത്തത്തിലൊരു ഓളം ഉണ്ടായിരുന്നു ഭാഗ്യരാജ്. ഈ അസുഖം പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ശരിയാവട്ടെ. കാരണം നിങ്ങളാരും ഇങ്ങനെ അസുഖം പിടിച്ച് കൊണ്ടുവരരുത്. ഇവിടെ നമുക്ക് തെറ്റിപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഫിസിക്കലി അതുപോലെ മെൻ്റലിയും ഫിറ്റായിരിക്കണം എന്ന് പറയുമ്പോൾ മറ്റേ ഫിറ്റല്ല കേട്ടോ. അത് അങ്ങനെ ആ ഗുമ്മോടെ നിന്ന് പാടണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ഏട്ടാ? ഭാഗ്യരാജ് നല്ലൊരു പാട്ടാണ് എടുത്തത്. എനിക്ക് ചരണത്തിലെ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല, ലൂട്ട് ജായ് എന്ന് പറഞ്ഞതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ലൈൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ആ സംഗതിയൊക്കെ വളരെ കൃത്യതയിൽ വന്നു. അതുപോലെ തന്നെ ആ ചരണത്തിന്റെ ഫസ്റ്റ് ലൈനും നല്ലായിരുന്നു. സെക്കൻഡ് ലൈൻ മോഹിയ എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് നന്നായിട്ട് വെള്ളമിറങ്ങി. പിന്നെ അത് ആ ചരണം ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബിഗിനിങ്ങില് കുറച്ച് മൂക്ക് കൂടുതലായിട്ട് ഇത് അടപ്പുള്ളതുകൊണ്ടാണ്. ഹൈ പാടാൻ നേരത്ത് സാധാരണ ചെസ് വോയിസിൽ എടുക്കാൻ പറ്റണല്ല, നോയ്സ് കൊടുത്തു ആണല്ലേ. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ ഒന്ന് ഭേദമാക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് പാട്ട്. പിന്നെ സജിത, ഞാൻ ആദ്യം വിചാരിച്ചു ദൈവമേ ഭാഗ്യരാജാണ് ഇത്രയും പിച്ച് ഔട്ടായിട്ട് പാടണേന്നുള്ളത്. ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. ഒട്ടും അതിലോട്ട് ചേരുന്നില്ല, വേറെ ഏതോ നോട്ട് പോലെ നിൽക്കുന്നു. അപ്പം അങ്ങനെ കുറെ പിച്ചിൻ്റെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഒന്നും പറയുന്നില്ല. അത് നല്ല എവിഡൻ്റ് ആയിട്ട് പ്രശ്നം തോന്നിയിരുന്നു ഭാഗ്യരാജ്. പക്ഷെ പാട്ട് നല്ല പാട്ടും നല്ല ഒരു മൂഡുള്ള ഒരു ഇതായതുകൊണ്ട് അതിനകത്ത് ഇങ്ങനെ നീങ്ങിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം തീർച്ചയായും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ഏട്ടാ. മഹതി മാം? ഭാഗ്യരാജ് നന്നായി പാടി. താങ്ക് യു. ത്രോട്ടിൻ്റെ പ്രശ്നമുള്ളപ്പോൾ ഐ തിങ്ക് യു ക്യാൻ ഓൺലി പെർഫോം ദിസ് മച്ച്. എനിവേസ് ആദ്യം അതൊക്കെ ഒന്ന് ശരിപ്പെടുത്താം. ഡെഫിനറ്റ്ലി ഈ പാട്ടിൽ ഭാഗ്യരാജിൻ്റെ കാലിബറിന് യു കുഡ് ഹവ് ഡെഫിനറ്റ്ലി ഡൺ മച്ച് ബെറ്റർ. ഓക്കെ, ബെറ്റർ ലക്ക്. താങ്ക് യു. താങ്ക് യു മാം. നമുക്ക് മാർക്സിലേക്ക് കടക്കാം. ശരത് സർ? 21 മാർക്സ്. 21 on 25. അൽഫോൻസ് ഏട്ടാ? 21. താങ്ക് യു സർ. 21 on 25. മഹതി മാം? 21. താങ്ക് യു. 21 on 25. ടോട്ടൽ 63 out of 75. സാറ്റിസ്ഫൈഡ് ആണോ? പിന്നെ ഞാൻ പാടിയതിന് മനസ്സിലാക്കാം, ജഡ്ജസിനും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വയ്യ, സ്ട്രെയിൻഡ് ആണെന്ന്. കുഴപ്പമില്ല, അടുത്ത റൗണ്ടിൽ ഹെൽത്ത് ഒക്കെ നന്നായി നോക്കി നന്നായി പാടുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഖവാലി ഓർ സൂഫി സോങ്സ് റൗണ്ടിൽ അടുത്തതായി പാടാൻ വരുന്നത് ശരണ്യാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ കാത്തിരിപ്പ്. വെൽക്കം ബാക്ക് ടു ജോസ്കോ സൂപ്പർ സ്റ്റാർ. നമ്മുടെ ഖവാലി ഓർ സൂഫി സോങ്സ് റൗണ്ടിൽ അവസാന പെർഫോമൻസ്, ലാസ്റ്റ് പെർഫോമൻസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനായി ശരണ്യെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. Hi,
ഹായ്, അടുത്തത് എൻ്റെ ഖവാലി ഓർ സൂഫി സോങ്സ് റൗണ്ടാണ്. പിയാസെ നേന എന്ന സോങ്ങിൻ്റെ ഒരു ഇംപ്രൊവൈസ്ഡ് വേർഷനാണ് ഞാൻ പാടാൻ പോകുന്നത്. കഴിഞ്ഞ റൗണ്ടിൽ നന്നായിട്ട് പാടാൻ പറ്റി, ജഡ്ജസ് നല്ല കമൻസ് ഒക്കെ തന്നെയാണ് പറഞ്ഞത്. ഇനി എനിക്ക് നന്നായി പാടാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. कुसरोनी जाम के बली बली जाइए, कुसरोनी जाम के बली बली जाइए, कुसरोनी जाम के कुसरोनी जाम के बली बली जाइए, कुसरोनी जाम के बली बली जाइए, कुसरोनी
ശരണ്യ, സാർ മൊത്തത്തിൽ എന്താ പറയണ്ട, ഒരു രസമുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാമല്ലോ, ക്ലിയറിംഗ് ആയിട്ട് 1-2 സ്ഥലത്ത് ശ്രുതിയും പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇടങ്ങളിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് പല്ലവിയിലായിരുന്നു മുഴുവനും സ്ലിപ്പോത്സവമായിരുന്നു. ടൈം കിട്ടിയില്ല സാർ. അത് തോന്നി. മൊത്തത്തിൽ ഒരു നിലാവത്ത് കോഴി അഴിച്ചു വിട്ട ലക്ഷണം, തപ്പിത്തടഞ്ഞു പോവുക. അതുകൊണ്ട് മോളെ എല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം വന്ന് പ്രസന്റ് ചെയ്യാൻ കേട്ടോ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിക്കോളാം. നല്ല പാട്ടുകാരിയാണ് ശരണ്യ. ശരണ്യ ഇങ്ങനെ കാണിക്കാൻ നമുക്ക് വിഷമമാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ചേട്ടാ, ശരണ്യയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കാണാൻ പറ്റിയില്ല. ഇത് പോരാ. ഇനിയിപ്പോൾ ഒരു റൗണ്ടും കൂടി ഉണ്ട്. അതിൽ ഇതിൻ്റെ ഒരു കുറവ് നികത്തി കാണിക്കണം തീർച്ചയായിട്ടും. ഓക്കെ സാർ. കേട്ടോ, നല്ല പാട്ടുകാരി ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും ഒരു വിഷമം തോന്നുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം, ശരണ്യ എത്ര ഒരു ബ്രില്യൻ സിംഗർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ശരണ്യയുടെ ഇന്ന് ഇങ്ങനെ ഒരു പെർഫോമൻസ് വരുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഡിസപ്പോയിൻറ്റിങ്. ഓക്കെ, സോ ബി കെയർഫുൾ ഇൻ യുവർ സോങ് സെലക്ഷൻ. കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ട് പാടുക. കുറേ സംഗീതീസ് ഉണ്ട്, നമുക്ക് പാടാം. ശരണ്യക്ക് പാടാൻ പറ്റും, 100% പാടാൻ പറ്റും. പക്ഷേ അതിനുള്ള ടൈം നമുക്ക് വേണമല്ലോ പ്രാക്ടീസ് ചെയ്യാൻ. സോ ഓൾ ദി ബെസ്റ്റ് ടു യു. താങ്ക് യു മാം. താങ്ക് യു മാം. ശരണ്യയുടെ കമൻസ് ഒക്കെ കേട്ടു. മാർക്സിലേക്ക് കടക്കാം. ശരത് സർ. ശരണ്യ, സാർ. ഒരു പ്രോത്സാഹനം എന്നോണം 19 മാർക്ക്. 19.5 on 25. Alphonse Zeta. 19.5. Thank you sir. 19.5 on 25. Mahati ma'am. 19.5. Thank you. 19.5 on 25. അപ്പോൾ ടോട്ടൽ 58.5 on 75. കുഴപ്പമില്ല, നല്ലോണം പ്രാക്ടീസ് ചെയ്യും ഇനി മുതൽ കേട്ടോ. കുറച്ച് കിട്ടിയ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് അടുത്ത റൗണ്ടിൽ തിരിച്ചു വരിക. ഓക്കെ. ഇന്നത്തെ ശരണ്യയുടെ പെർഫോമൻസോട് കൂടെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലെ 2 റൗണ്ടുകളും പൂർത്തിയായിരിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ കാണാൻ പോകുന്നത് റോക്ക് ഓൺ റൗണ്ട് ആണ്. സോ നല്ല റോക്കിംഗ് പെർഫോമൻസസുമായി നമ്മുടെ കണ്ടസ്റ്റന്റ്സ് വീണ്ടും തിരിച്ചു വരും. അതുവരേക്കും ആഡിയോസ് ഫ്രം ദ ഹോൾ ടീം ഓഫ് ജോസ്കോ സൂപ്പർ സ്റ്റാർ.